വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സാദാ ചോറിനേക്കാളും കൂടുതലായിട്ട് ഗീ റൈസിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. കടായിലേക്ക് ആദ്യം 1/2 ടേബിൾ സ്പൂൺ ഓയിലും 1/2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ട് ചൂടാകുമ്പോൾ 2 മീഡിയം സവാള ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. സവാളയുടെ കളറൊന്നും മാറണ്ട, ഒന്ന് വാടി വന്നാൽ മതി. മീഡിയം കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും 6 ചെറിയ അല്ലി വെളുത്തുള്ളിയും 2 ചുവന്ന മുളകും ചേർത്തിട്ട് വഴറ്റിയ ശേഷം നല്ല പഴുത്ത 3 ചെറിയ തക്കാളി കൂടെ ചേർക്കാം. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ ചേർത്തത്. ഇതിന്റെ കൂടെ വെള്ളത്തിൽ കുതിർത്ത 10 കാഷ്യൂ നട്ട്സും കൂടെ ചേർക്കണം. ഒന്ന് വഴറ്റിയ ശേഷം തക്കാളിയൊക്കെ വെന്ത് വരാനായിട്ട് ഒരല്പം വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. എല്ലാം ഒന്ന് വെന്ത് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇതിന്റെ ചൂട് മാറുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ജീരകം പൊടിയും ചേർത്തിട്ട് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് അരച്ച കൂട്ട് ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളവും ചേർത്തിട്ട് ഈ കൂട്ട് തിളച്ച് വരുമ്പോൾ ഇതുപോലെ 20 കഷ്ണം പനീറാണ് ചേർക്കുന്നത്. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർക്കണം. പനീറൊക്കെ വെന്ത ശേഷം 2 സ്പൂൺ ഫ്രഷ് ക്രീമും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് അല്പം കസൂരി മേത്തി കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള പനീർ ബട്ടർ കറി റെഡി ആയിട്ടുണ്ട്.